സോ ഹേ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് വെച്ചാൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഓൾറെഡി ഇന്ന് നമ്മൾ രാവിലെ ലൈവ് വന്നിരുന്നു, ഏകദേശം രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും മച്ചാവര്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മച്ചാവര്. കാരണം ഓൾറെഡി ആ ഹൈപ്പ് ബട്ടണും കൂടെ ഒന്ന് സെറ്റ് ആക്കുക ഗൈസ്. ഓൾറെഡി വേറെ ഒന്നുമില്ല മച്ചാവര്, നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇനി മുതൽ ചിലപ്പോൾ രാവിലെയും കൂടെ ലൈവ് വെക്കാൻ ചാൻസ് ഉണ്ട്. കാരണം രാത്രി എന്തെങ്കിലും പറ്റാത്ത വന്നു കഴിഞ്ഞാൽ അപ്പോൾ നാളെ എന്തായാലും നമ്മൾ മെയിൻ്റെനൻസ് ലൈവ് സാധാരണ തന്നെ രാവിലെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സെറ്റാക്കാം, വരാൻ പോകണം അപ്ഡേറ്റും കൂടുതൽ കാര്യങ്ങളൊക്കെ നാളെ എന്തായാലും വീഡിയോ ഇട്ട് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് ഉറപ്പായിട്ടും വെച്ചാൽ ഇന്ന് നമ്മൾ പറയാൻ പോണ ഗൈസ്, ഓൾറെഡി നിങ്ങൾക്കറിയാം ഒരു ഗ്ലിച്ച് ഫോർമേഷൻ യൂസ് ചെയ്തിട്ട് എല്ലാവരും ഇപ്പം ആ ഒരു ഡിവിഷൻ 1 എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം ഡിവിഷൻ 3 എത്തിക്കഴിഞ്ഞാൽ റാങ്ക് കൂടെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇസ്കോനെ കിട്ടും. അപ്പോൾ അതിനുള്ള തിരക്കിലാണ് എല്ലാവരും. അപ്പോൾ ഗൈസ് ഓൾറെഡി അതൊരു ബഗ്ഗാണെന്ന് നമ്മുടെ കൊനാമി തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് ആ ഒരു ബഗ് എന്തായാലും അവർ എടുത്ത് മാറ്റുമെന്നാണ് പറയുന്നത്, പക്ഷേ എന്തായാലും ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഗൈസ് നിങ്ങൾ എന്തായാലും ആ ഒരു ഗ്ലിച്ച് ഒന്നിട്ട് കളിച്ച് യൂസ് ആക്കാണ്ടിരിക്കുക. കാരണം ഓൾറെഡി എല്ലാവരും യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് എളുപ്പത്തിൽ ഗ്ലിച്ച്. അപ്പോൾ എന്തായാലും വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു അവരത് ബഗ്ഗായിട്ട് ബാൻ ആക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, അവർ മാറ്റി തരുമായിരിക്കും. പിന്നെ വെച്ചാൽ ഓൾറെഡി നമുക്ക് വരാൻ പോണ പാക്കുകളും പിന്നെ ഓൾറെഡി കോയിൻ കാര്യങ്ങളൊക്കെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോണ ഗൈസ്, നമുക്ക് നിലവിൽ നിങ്ങൾക്കറിയാം നാളെ എന്താ പറയുക ഉറപ്പായിട്ടും വരാൻ പോണ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ PFAയുടെ ഇവർ അനൗൺസ് ചെയ്തൊരു കാർഡുണ്ട്. അപ്പോൾ അത് ഇത്രയും പ്ലേയേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത്രയും കാർഡുകൾ നാളെ എന്തായാലും നമുക്ക് കൺഫേം ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പം ഫ്രീ ട്രൈ എന്തായാലും ഒരെണ്ണം കാണാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ വെച്ചാൽ നമ്മുടെ സ്ട്രൈക്കറിനെ നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 100 കോയിനിൽ വന്ന സ്ട്രൈക്കറിനെ പുതിയ വേർഷൻ 2026 എന്ന് പറഞ്ഞ് പുതിയൊരു ടൈപ്പിൽ വരുന്നുണ്ട്, ഒരു ബ്ലൂ കളറൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും ഒരു പുതിയൊരു ഇതാകുമ്പോഴത്തേനും വരും. പിന്നെ ഗൈസ് ഓൾറെഡി പറയാനുള്ളത് നമ്മുടെ സുവാരസിന്റെ ഒരു കാർഡ് നിങ്ങൾക്കറിയാം. ഓൾറെഡി നമ്മുടെ 2 കാർഡുകൾ വന്നു, അംബാസഡർ കാർഡായ നമ്മുടെ യമാരും വന്നു, മെസ്സിയും വന്നു. ഇനിയിപ്പോൾ നമ്മുടെ എന്താ പറയുക നെയ്മറും വന്നിട്ടില്ല. അപ്പം നെയ്മർ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ പോയിന്റ് അടിസ്ഥാനത്തിലൊക്കെ വരും എന്നൊക്കെ റൂമറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയില്ല, എന്തായാലും പോയിന്റ് അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാവരും എടുക്കും. അപ്പോൾ എന്തായാലും കഴിച്ച് എനിക്ക് തോന്നുന്നു സുവാരസിന് ഒരു കാർഡുകളും കൂടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഇത് കൺസെപ്റ്റായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഓൾറെഡി ഇതുപോലൊരു കാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 500 കോയിനിൽ അവിടേക്ക് എത്തുമോ എന്നറിയില്ല. എന്തായാലും വെച്ചാൽ നിങ്ങൾ എന്തായാലും മാക്സിമം എല്ലാവരും കോയിൻ സേവ് ചെയ്യുക. കാരണം ഈ ഒരു കാർഡ് വന്നു കഴിഞ്ഞാൽ 500 കോയിനൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും പരമാവധി എടുക്കാൻ വേണ്ടി, കാരണം ഈ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേനും, അതായത് ഈ മാസം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേനും ഏകദേശം ഒരു കാർഡ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട് സുവാരസിന്റെ പോലത്തെ ഈ ഒരു മോഡൽ. പിന്നെ കൈസ് പറയാനുള്ളത് നമ്മുടെ പെസ്സിന്റെ ഇതുപോലത്തെ ഒരു 2 കാർഡുകളിലെ ഹിഡൻ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽ കിട്ടിയാണ്. അതായത് ഈ 2 പ്ലേയേഴ്സ് ആണെന്ന് തോന്നുന്നു നിലവിൽ ഇവിടെ ബാക്കി 2 വരാൻ പോണം. അപ്പം ഇത് ജസ്റ്റ് കൺസെപ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ നമുക്ക് നോക്കിയൊക്കെ നിങ്ങളെ എടുക്കാൻ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. നാളെയാണ് ഈ ഒരു കാർഡിന്റെ കാര്യം ഇവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഗൈസ് ഓൾറെഡി പറയാനുള്ളത് നമ്മുടെ ആർണേനും സിദാനും ഗൈസ്, നിങ്ങൾ എല്ലാവരും ലൈവിൽ വന്നപ്പോഴും എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ പറയുന്നത്. വെച്ചാൽ ഇതിൽ നമ്മുടെ ആർണേന്റെ കാർഡ് ഉറപ്പായിട്ടും കൺഫേം ആയിട്ട് കൊനാമി കൊണ്ടുവരും. സിദാന്റെ കാർഡിനെ പറ്റി ഇതുവരെ അവരൊരു ഇതും തന്നിട്ടില്ല, ഒരു ഹിന്റ് പോലും. അപ്പം എന്തായാലും കാർഡ് വരും, കാരണം നമ്മൾ അന്നേ ഇത് ഒരു ദിവസം വോയിസ് ഔട്ട് കേട്ടതാണ്. അപ്പം എന്തായാലും വെച്ചാൽ നിങ്ങൾ ഒന്ന് ഉറപ്പിക്കുക, കാരണം എന്തായാലും കൊനാമിയാണ് ഈ 2 കാർഡ് പെല വന്ന പോലെ ചിലവർക്ക് മാത്രം കിട്ടും, ചിലവർക്ക് കിട്ടില്ലാത്ത അവസ്ഥയായിരിക്കും. അപ്പം എന്തായാലും നിങ്ങൾ മാക്സിമം എല്ലാവരും കോയിൻ സേവ് ചെയ്യുക. പാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്യാനുള്ളെങ്കിലും ഒരു കുറച്ച് കോയിൻ സെറ്റാക്കാൻ വേണ്ടി മാക്സിമം ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ സേവ് ചെയ്യാൻ തുടങ്ങുക. എന്തായാലും ഈ ഒരു കാർഡ് ഒരു ലാസ്റ്റ് കേട്ടേ വെച്ചാൽ എന്തായാലും കൊണ്ടുവരില്ല. ഇവർ തുടക്കത്തിൽ തന്നെ കൊണ്ടുവരില്ല, ലാസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു അറ്റം എൻഡിങ് ഒക്കെ ആകുമ്പോഴത്തേനും കൊണ്ടുവരുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, എത്രയും നല്ല കാർഡുകളൊക്കെ വരട്ടെ, കാരണം എല്ലാവരും വെയിറ്റിങ്ങിലാണ്. പിന്നെ ഓൾറെഡി വൈസ് നമ്മുടെ പോൾവേ കാർഡ് കുറച്ചൊക്കെ ഇതൊക്കെയാണ്. പിന്നെ ഓൾറെഡി വൈസ് ഇന്ന് ഹസാഡിനെ കിട്ടിയിട്ടുണ്ട്, ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ ലൈവിൽ കളിപ്പിച്ചാൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഇത് കിട്ടിയിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങൾ നമ്മുടെ സെക്കൻഡ് ചാനലായിരിക്കും വരിക, റിയൽ സഞ്ജു ഗെയിമിങ്ങിൽ. പിന്നെ ഓൾറെഡി ഗൈസ് ഈ ഒരു ഡാറ്റാബേസിൽ ഈ ഒരു പ്ലെയറിനും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് പേര് കിട്ടിയില്ല, പക്ഷേ ഒരു കാർഡ് കിട്ടിയത്. അപ്പോൾ AC മിലാൻ്റെയാണ്. അപ്പം ഓൾറെഡി ഈ ഒരു കാർഡും കൂടെ നമ്മുടെ എന്തായാലും പുതിയൊരു എപ്പിക്കായിട്ട് വരും വെച്ചാൽ. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് ലൈവിലായിട്ടും, പിന്നെ നമ്മൾ ഓൾറെഡി ഇന്ന് രാത്രി ലൈവ് ഇല്ല ഗൈസ്, എന്തെങ്കിലും രീതിക്ക് പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ലൈവ് ഇടും ഗൈസ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടും നമ്മുടെ നാളത്തെ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.